ഹലോ, ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി നോക്കിയാലോ. ഒരു കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം, പിന്നെ ചെറു ചൂടുവെള്ളം ചേർത്ത് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ മേളിൽ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് അതിൻ്റെ മേളിൽ മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 5-6 എണ്ണം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതുപോലെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് നമ്മളിതുപോലെ ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലൊരു പോർഷൻ എടുത്ത് നമ്മൾക്കിതുപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പരത്തിയെടുക്കുക. ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ നല്ല രീതിയിലൊന്ന് വറുത്ത് കോരാം. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ടും പഞ്ചസാര ലായനി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഈ ഒരു സ്നാക്സിലേക്ക് നമുക്ക് ഓരോ ഡ്രോപ്പായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പഞ്ചസാര ലായനി ആക്കി കൊടുക്കുക. എല്ലാത്തിൻ്റെ മേലെയും നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. ഒരു മാസം വരെ ഒരു കേട് കൂടാതെ നമുക്ക് നിർത്താൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.